ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വ്യാഴമല്ല ഗുരു, വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം, പ്രത്യേകിച്ച് മലയാളത്തിൽ അധികം പ്രചാരം ഈ മെഡിക്കൽ അസ്ട്രോളജി അത്ര അങ്ങോട്ടായിട്ടില്ല. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് വരും. പക്ഷെ ആ വരുമ്പോഴത്തേന് തന്നെ നമ്മുടെ കംപ്ലീറ്റ് ജീവിതത്തിലാകെ പ്രശ്നമാണ്. പക്ഷെ ഈ ഒരു കാര്യങ്ങൾ വരാതിരിക്കാനോ അതിനെ റെക്ടിഫൈ ചെയ്യാനോ നമുക്ക് കാര്യം ഈസി ആയിട്ട് നടക്കുന്നതാണ്. പക്ഷേ കാരണം ഏത് ഗ്രഹങ്ങളാണ് നമുക്ക് നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്നത് അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് റെമഡി ഉണ്ട്. ആ റെമഡി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റെമഡി, അതിനെ പോസിറ്റീവ് ആക്കാൻ, നമ്മുടെ ദാനധർമ്മങ്ങളിൽ കൂടെ ആണ് അങ്ങനെ പോസിറ്റീവ് ആക്കാൻ. അപ്പം ഈ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കുമ്പോൾ ഗുരുവിൻ്റെ ശത്രുക്കൾ ആരാണെന്ന് നോക്കേണ്ടി വരും. അപ്പം ഗുരുവിൻ്റെ ശത്രു ഒന്നെന്ന് പറഞ്ഞാൽ ശനിയാണ്, ഒന്ന് രാഹുവാണ്, കേതുവാണ്. അപ്പം ഈ രാഹുവോ കേതുവോ ഈ പറഞ്ഞ ശനിയോ ഏതെങ്കിലും ഒരു ഗ്രഹം ഗുരുവുമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി വ്യാഴവുമായിട്ട് ഒരു ബാഡ് കോമ്പിനേഷന് വരിക. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 12 ഗോളങ്ങളാണല്ലോ. അപ്പോൾ ഈ 12 ഗോളങ്ങൾ ഓരോന്നും ഓരോ ഹൗസായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഹൗസിനകത്ത് നിങ്ങൾ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതിന് എന്നുള്ളതിനെ സംബന്ധിച്ചിരിക്കും ഇങ്ങനൊരു സംഭവം. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ വ്യാഴവുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഫാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരും. അതേമാതിരി ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകും, ലങ്സുമായിട്ട് ബന്ധപ്പെട്ടത്, നോസുമായിട്ട് ബന്ധപ്പെട്ട, തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട, ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട, ഒബീസിറ്റിയായിട്ട് ബന്ധപ്പെട്ടത്, ഫാറ്റ് ലിവർ, അങ്ങനെയുള്ള പിന്നെ ഡൈജഷനായിട്ടുള്ള ബന്ധപ്പെട്ട പ്രോബ്ലം, ഫാറ്റ്, ഒബീസിറ്റി, വലിയ എക്സ്ട്രാ ഒരു ബോഡിയുടെ സൈസ്, അപ്പം അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് പൊതുവെ കണ്ടുവരുന്നത്. ഇത് കൂടാതെ നമ്മൾ ഓരോ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഡീറ്റെയിലായിട്ട് പോകുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ അതുകൊണ്ട് അപ്പോൾ ഓടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇങ്ങനെയുള്ള ഒരു സംഗതിക്കകത്ത് നമുക്കിത് ഡീറ്റെയിലായിട്ട് എല്ലാം കൂടെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, ഇത്ര ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് വീഡിയോയ്ക്കകത്ത്. അപ്പം ഈ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഗുരു പ്ലസ് രാഹു അല്ലെ കേതു ശനി എന്ന് പറയുന്നുള്ള ഒരു കോമ്പിനേഷന് പ്രത്യേകിച്ച് നോക്കുമ്പോൾ 6, 8, 10 എന്നുള്ള നമ്മുടെ ഗ്രഹനില, അപ്പം നമ്മുടെ ലഗ്നം മുതൽ 6 വരെ എണ്ണുമ്പം 6 അല്ലെ 8, 10 ഈ ഒരു ഗ്രഹത്തിൽ ഈ ഒരു കോമ്പിനേഷൻ നിൽക്കുമ്പം അതിന് ഒരു ഇച്ചിരി ദോഷമായിട്ടുള്ള ഹൗസാണ്. ആ വ്യാഴവുമായിട്ട് നിന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ അവിടെ നിന്നുള്ള ഹൗസ് ഈ ഒരു വ്യാഴത്തിന്റെ കറക്റ്റുള്ള അവിടെ മുതൽ നോക്കിയാൽ അപ്പം ഈ ഒരു കോമ്പിനേഷൻ അങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. ഇപ്പം ഇതിപ്പം സപ്പോസ് ബ്രീത്തിങ് പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വരുമ്പോൾ സെക്കൻഡ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടത് 2ാമത്തെ ഭാവം ബ്രീത്തിങ്. അപ്പോൾ അത് അങ്ങനെ. അപ്പോൾ അതേമാതിരി ലങ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മുടെ 4ാമത്തെ ഹൗസ് മോശം. അതായത് 4ാമത്തെ ഹൗസിൽ ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഇതിൻ്റെ എനിമീസോ കാര്യങ്ങളോ വന്ന് നിൽക്കുക, അല്ലെന്നേലും നമ്മുടെ ബർത്ത് ചാർട്ട് വെച്ചിട്ട് നമ്മുടെ ചന്ദ്രൻ്റെ പൊസിഷന് അപ്പം അങ്ങനെ എവിടെ ആണെന്ന് നോക്കേണ്ടി വരും. അതേമാതിരി ഈ ചന്ദ്രനെ ചില പൊസിഷന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട് വിറ്റ് പോകാം, അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിൽ ട്രാവൽ ചെയ്യാം. പിന്നെ അതിനെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് എടുക്കാൻ നിങ്ങൾക്കൊരു ജോലി ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വരി അങ്ങനും വേണേൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് വേറൊരു ഇതാണ്. മെഡിക്കൽ അസ്ട്രോളജി പെട്ടല്ലാന്ന് ഞാൻ പറയാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അല്ലെന്നൊരു KP അസ്ട്രോളജി, ബൃഹനാടി അസ്ട്രോളജി, അപ്പോൾ അങ്ങനെ ചില അല്ലെന്നൊരിൽ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ഈ ഒരു അല്ലെന്നൊരു അഭിനന്ദ ചെറിയ ഓപ്ഷൻ. അപ്പോൾ ഈ പലതും നമുക്ക് നോക്കാം. എപ്പോഴും വേണ്ട അക്യുറസിയാണ്. ഈ കേരളത്തിലാണെങ്കിൽ ഒരുപാട് അസ്ട്രോളജേഴ്സ് ഉണ്ട്. കാര്യങ്ങൾ പറയുമ്പോൾ എന്തൊക്കെയോ പറയും. നമുക്ക് വേണ്ടുന്നത് ഒരു പ്രഡിക്ഷൻ എന്ന എക്സാക്ട് പ്രഡിക്ഷൻ, എപ്പോൾ ജോലി കിട്ടും, അല്ലെ എങ്ങനെ, എവിടെ, അല്ലെ ഏത് സമയത്ത് എവിടെ നിന്നാണ് കല്യാണം കഴിക്കുന്നതെന്നുള്ള എക്സാക്ട് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റാത്തിടത്തോളം ദേ ആർ ഫെയിലിയർ എന്നേ ഞാൻ പറയത്തുള്ളൂ. അതേമാതിരി ലങ്സുമായിട്ട് ബന്ധപ്പെട്ട 4ാം ഭാവത്തിൽ, അതേമാതിരി നോസ് സെക്കൻഡ് 2ാമത്തെ ഭാവം വരും. നമ്മുടെ നോസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൈനസോ അതേമാതിരി നോസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ വരിക. അതേമാതിരി തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ 3rd ഹൗസ്, അപ്പോൾ തൈറോയ്ഡുമായിട്ട് ബന്ധപ്പെട്ട അതുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉള്ള ഇതാണ് വരുന്നത്. 2nd 3rd, അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു മിഡിലുള്ള ഒരു കോമ്പിനേഷനാണ് ഈ തൈറോയ്ഡ് എന്ന് പറയുന്നത്. അതേമാതിരി ഒബീസിറ്റി പറഞ്ഞ ഓവറായിട്ടുള്ള ഒബീസിറ്റി വരുമ്പോൾ 5ാമത്തെ ഭാവത്തിൽ വരുമ്പോഴാണ് 5th ഹൗസ് ബാഡായിരിക്കും. 5th ഹൗസ് മീൻസ് അവിടെ നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ, അതേമാതിരി പറഞ്ഞ മാതിരി ഫാറ്റി ലിവർ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡയബറ്റിക്സ്, ഓവറായിട്ടുള്ള ഷുഗർ കാര്യങ്ങൾ, ഈ പറഞ്ഞ ഡയബറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ 5th ഹൗസ് മോശമായിരിക്കും. അപ്പോൾ അതെങ്ങനെ, അപ്പോൾ അവിടുത്തെ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഫുഡ് എങ്ങനെയാലും ഓട്ടോമാറ്റിക് കൺട്രോൾ ചെയ്യണം, അത് വേറെ കാര്യം. പക്ഷേ ഫുഡിൻ്റെ അല്ലാതെ തന്നെ അത് ഈ ഒരു പ്രശ്നങ്ങൾ വന്നിട്ട് പല ആൾക്കാരും ബുദ്ധിമുട്ടുന്നുണ്ട്. അതേമാതിരി ഓവറായിട്ടുള്ള ഒബീസിറ്റി കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഠിക്കുകയോ എടുക്കുകയോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും ചെയ്യാനോ അല്ലെ ഇതുമായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും നോക്കാനോ എടുക്കാനോ അസുഖം വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനോ എടുക്കാനോ ഉള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോയെന്ന് വരില്ല
ആൾക്കാർക്ക് നമ്മൾ സമീപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫീസോ കാര്യങ്ങളോ ഉണ്ട്. ഇത് തന്നെയല്ല, ജനറലായിട്ട് ഇൻക്ലൂഡിങ് എവറിത്തിങ് എല്ലാം കൂടെ ഒരൊറ്റ സൊല്യൂഷൻ നമുക്ക് അസുഖം ഉൾപ്പെടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പറയാനുള്ളത്. ആർക്കെല്ലാം അതേമാതിരി പഠിക്കാനോ എടുക്കാനോ താല്പര്യമുണ്ടെന്ന രീതിയിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഇനി അടുത്ത ഒരു സബ്ജക്റ്റ്, പുതിയൊരു സബ്ജക്റ്റുമായിട്ട് വരുന്നതിന് വരെ വഴക്കം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.